ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. മുറ്റത്തൊരു മൈന. അല്ലല്ല, കുയിലാണ് കേട്ടോ. എന്താല്ലേ, എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടി. അങ്ങനെ വീണ്ടും ഞാൻ മുൻപോട്ട് പോയി. എന്തിനാണെന്നറിയാമോ? ബ്ലൂ ടീയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു അത് നമ്മുടെ മുറ്റത്ത് നിൽപ്പുണ്ടെന്നും. ഏത്? ശംഖുപുഷ്പം. ശംഖുപുഷ്പം വെച്ചാണ് ബ്ലൂ ടീ ഉണ്ടാക്കുന്നത് കേട്ടോ. ബാ, കാണിച്ചു തരാം. കണ്ടു കഴിഞ്ഞാൽ കുറ്റിച്ചെടി പോലെ തോന്നും, പക്ഷെങ്കിൽ ഇത് പടരുന്ന വള്ളിയാണ് കേട്ടോ. പിന്നെ പറഞ്ഞല്ലത് വേണ്ട. ഞാനെന്നീ പറയുന്നത് രോഗശാന്തിയിൽ നിൽക്കുന്നവർക്കുള്ള ടിപ്സാണ് കേട്ടോ. ഞാനിന്നുണ്ടാക്കുന്നത് ഒരു 5 പൂ വെച്ചാണ്. എത്ര വേണേലും ഇടാൻ കേട്ടോ. ഇട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ച് കളർ കൂടും എന്നേ ഉള്ളൂ. പക്ഷേങ്കിൽ എനിക്കൊരു 5 പൂ വെച്ചാണ് ഞാനിന്നുണ്ടാക്കുന്നത്. ഓക്കെ, 1, 2, 3 എണ്ണമായിട്ടുണ്ട്. ഇപ്പം 3 പൂ കിട്ടി. ഇനി 2 കൂടെ കിട്ടിയാൽ 5 ആക്കിയിട്ട് നമുക്ക് ചായ ഇടാം. ഇനിയും ഇതിനെ നന്നായിട്ടൊന്ന് കഴുകി എടുത്ത് നമുക്ക് ചായ ഉണ്ടാക്കാം. അങ്ങനെ കഴുകിയെടുത്തു. അടുപ്പത്ത് 2 ഗ്ലാസ് വെള്ളം വെച്ചു. അതിനെ നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചു. എന്നിട്ട് ഈ കഴുകിയ ശംഖുപുഷ്പം 5 എണ്ണം, 2, 3, 4, 5, ഓക്കെ 5 എണ്ണമായി. പിന്നെ ഇതിനെ ഒന്ന് കുഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഗ്രാമ്പൂ ഇട്ടു. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ചിട്ടു. നന്നായി തിളപ്പിച്ചു. അതിൻ്റെ കളർ മൊത്തം നന്നായിട്ട് ഇറങ്ങി വരണം. അത് ബ്ലൂ ആകണം. അടച്ച് വെച്ചു. ഒരു 5 മിനിറ്റ് അങ്ങ് വേവിച്ചെടുത്തു. എന്നിട്ട് 2 കപ്പിലാക്കി അങ്ങോട്ട് എടുത്തു. നോക്കി, ശരിക്കും അത് ബ്ലൂ ആയിട്ടുണ്ട്. ഇത്ര എനിക്ക് കിട്ടുള്ളൂ. പൂ കൂട്ടിയിടാമെങ്കിൽ കൂടുതൽ കളർ കിട്ടും. ഒരു ഗ്ലാസ് മമ്മിക്ക് കൊടുത്തു. ഒരു ഗ്ലാസ് ഞാനും കുടിച്ചു. സ്ക്രീനിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മമ്മിയെ സ്ക്രീനിൽ കാണിക്കുകയില്ല ദൈവമക്കളെ. ഇനി ശംഖുപുഷ്പത്തിൻ്റെ ഗുണങ്ങൾ അറിയണ്ടേ? ഇത് കുടിച്ചു കഴിഞ്ഞാൽ പല ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഒന്നാമതായി ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ടുപോലും. രാവിലെ വിരിഞ്ഞ് വൈകിട്ട് ഉണങ്ങിപ്പോകുന്ന ഈ പൂവ് നമ്മുടെ യൗവനം നിലനിർത്തും എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല നമ്മുടെ ഓർമ്മശക്തിയും കൂട്ടുമെന്ന് പറയുന്നു. എനിക്കൊന്നും അറിഞ്ഞുകൂടാ കേട്ടോ, ഞാൻ പറയുകയാണ്. എന്തായാലും മമ്മിക്ക് കൊടുത്തപ്പോൾ മമ്മി പറഞ്ഞു, എടി ഇത് വൃക്കയ്ക്ക് ഫൈനാന്ന് പറഞ്ഞു. മമ്മി മിക്കവാറും കുടിക്കാറുണ്ട് പോലും. എന്ന് പറഞ്ഞാൽ കിഡ്നി ഫംഗ്ഷനെ നന്നായി ഇമ്പ്രൂവ് ചെയ്യുമെന്നർത്ഥം. എന്തായാലും ഞാൻ കുടിച്ചു.